ഹലോ 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 എന്താണ് യു കെയിൽ നഴ്സിംഗ് ജോബൊക്കെ ഉപേക്ഷിച്ച് ഒരാൾ ഇവിടെ പബ്ബ് തുടങ്ങിയെന്ന് കേട്ടു. അതറിയാൻ വേണ്ടിട്ട് വന്ന എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സിയയുടെ ഇറ്റാലിയൻ ഗാസ്ട്രോ പബ്ബിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഗാസ്ട്രോ പബ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും അതിന് മുന്നേ ഒരു വനിതാ സംരംഭക യു കെയിൽ വന്നു, ഒരു സിയ പിസ, ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നു. എന്താണ് നമ്മുടെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എന്താ കാരണം? ഡിസിഷൻ എടുക്കാന്നുള്ള കാര്യം എന്നും ഒരു ജോബ് എന്നുള്ളത് ഒരിക്കലും എനിക്കൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ലായിരുന്നു. പിന്നെ വനിത ഒരു വുമൻ എന്ന രീതിയിൽ തുടങ്ങാന്നുള്ളത് കുറച്ച് സ്ട്രഗിൾ ഉള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ ഈ സിയയുടെ ഇറ്റാലിയൻ ഗാസ്ട്രോ പബ്ബ്. എന്തായാലും ഇത് കാണാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് അകത്ത് പോയി കാണിച്ചു കൊടുത്താലോ? എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പോൾ അലീന, എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പബ്ബ് നടത്താൻ ഒരു വനിത യു കെയിൽ, അത് മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് തുടങ്ങുന്നു, എങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? ഡിസിഷൻ എന്നത് ഒരു ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് ഞാൻ പണ്ടേ വളരെ പാഷനേറ്റ് ആണ്. പക്ഷേ യു കെയിൽ വന്നൊരു പബ്ബ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് 100% ചാലഞ്ചിങ് ഫോർ മീ. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പൊ അവിടുന്ന് ഇവിടുന്നും പല ഇൻഫർമേഷൻസ് ഇവിടുന്നും പല ആൾക്കാരുടെ നിന്നും കളക്ട് ചെയ്ത് പല സ്ഥലങ്ങളിലും ഒരുപാട് തവണ എനിക്ക് മോർ ദാൻ ഒരു 50 ടൈംസ് ഞാൻ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. യു കെ തന്നെയുള്ള പല പബ്ബുകളും ബ്രിട്ടീഷ് പബ്ബുകളും ഒക്കെ പലതും പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ചിന്തയല്ല, ദിവസത്തെ എന്ന് പറയാൻ പറ്റില്ല, പല ദിവസത്തെ ചിന്തകളാണ്. പല ദിവസത്തെ ഉറക്കം പോയ കാര്യമായിരിക്കാം. അങ്ങനെ ഇത്രയും മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്താലും ഇപ്പൊ എന്താ? അപ്പൊ അതിനോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് പിസ്സ എന്നൊരു കൺസെപ്റ്റ്, എന്തോ ഒരു ഇന്ത്യൻ ഇപ്പൊ വന്നത് നമ്മ മലയാളി ഒരു ടച്ച് ഉണ്ട്, അപ്പൊ ഒരു ഇന്ത്യൻ ഫുഡിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തതേ ഉള്ളൂ. സ്ഥിരം എല്ലാ ആൾക്കാരും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടൊരു ഇന്ത്യൻ പബ്ബും തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫുഡ് ബ്രാൻഡ് തുടങ്ങിയില്ല എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ പിസ്സ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഞങ്ങളൊരു സെറ്റ് ഓഫ് ഇറ്റാലിയൻ ഫുഡാണ് ചെയ്യുന്നത്. നമുക്ക് 18 വെറൈറ്റീസ് ഓഫ് പിസ്സ ഉണ്ട്. അതുകൂടാണ്ട് പാസ്ത, നമ്മൾ സൺഡേ റോസ്റ്റ്, കുറെ സ്റ്റാർട്ടേഴ്സ്, ഒരു 6 വെറൈറ്റീസ് ഓഫ് ഡെസേർട്സ്, അങ്ങനെ പല ഇതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് നടത്തിയ ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ബ്രിട്ടൻ പോപ്പുലേഷന് വീക്ക്ലി വൺസ് ഇതൊരു ഓപ്ഷനാണ്, നോട്ട് എൻ എവറിഡേ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് എന്നും ബിസിനസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പം അവർക്കുള്ളൊരു എവറിഡേ ഓപ്ഷനുള്ള ഫുഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്തുവിടാന്നുള്ളൊരു തോട്ട് ഞങ്ങളുടെ ബ്രെയിനിൽ വന്നു. സോ നമ്മളൊരു ഇറ്റാലിയൻ കൺസൾട്ടന്റിനെ കൊണ്ടുവന്നു, ഒരു മെനു ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സിയ പിസ്സ എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ബ്രിട്ടനിൽ 58% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എന്നും കഴിക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ ഇറ്റാലിയൻ റിലേറ്റഡ് ഫുഡാണ്. അതിൽ ഇംഗ്ലീഷ് ഫുഡിന് പോലും അത്രയും പ്രാധാന്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തിച്ചേർന്ന ഒരു കഥ എന്ന് പറയുന്നത്. കൈവച്ചിരിക്കുന്നത് എല്ലാം പഠിച്ചിട്ടാണ്. എന്തായാലും നമ്മൾ പൈസനകത്ത് കൊണ്ട് കളയാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അത് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും വഴി കൂടി കണ്ടിട്ട് വേണ്ടേ? അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഞാൻ ചോദിക്കാം, കുറെ ആളുകൾ വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അത്ര ഈസിയാണോ ഈ ബിസിനസ്? എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഈസി പരിപാടി അത് ഞാൻ പറയില്ല. കാരണം ഒരുപാട് ചലഞ്ചസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി എടുത്തപ്പോൾ ഇതാണ് 18th സെഞ്ചുറിയിലെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ വളരെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പം അറിയാലോ, പണ്ടത്തെ ഒരു പബ്ബുകളുടെ ഒക്കെ ഒരു സെറ്റപ്പ്, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു ലുക്കും കുറെ പൊട്ട ഫേർണിച്ചേഴ്സും ഒക്കെ ആയിട്ട്. അപ്പം അത് ആ സ്ക്രാച്ച് നടുത്ത് ഈ ഇന്റീരിയർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി, ഗ്യാസ് സർട്ടിഫിക്കറ്റ്, ഇന്റീരിയേഴ്സിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഡ്രെയിനേജിന്റെ ഇഷ്യൂ, അങ്ങനെ പറയാൻ പറ്റാത്ത ഇത്രയും ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എക്സ്ട്രാ ആ ഒരു സമയത്ത് ടെൻഷൻ അടിച്ച് മാത്രം ഞാനൊരു 7 to 8 kg എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അല്ല, അതാണോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഞങ്ങളുടെ ഒരു ഇപ്പൊ ഫൈൻ ഡൈനിങ് എന്ന കൺസെപ്റ്റ് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ അതാണോ? നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, പഴയ പബ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രിട്ടനിൽ പോയി. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്റീരിയേഴ്സ് കണ്ടാൽ തന്നെ പഴയ പബ്ബുകൾക്ക് ഒരു പുതിയ ഫേസ് കൊടുക്കുക. ഗാസ്ട്രോ പബ്, ഒരു ഇറ്റാലിയൻ ഗാസ്ട്രോ പബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോസി വാം ഡൈനിങ് എക്സ്പീരിയൻസ്. ഇപ്പം ഡ്രിങ്ക്സ് കൂടി, പണ്ടത്തെ പബ്സ് എന്ന് പറയുന്ന ഡ്രിങ്ക്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു, ഒരു പ്രോപ്പർ ഡൈനിങ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഡ്രിങ്ക്സും ഒരുപോലെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫുഡിനെയും പുഷ് ചെയ്ത് നല്ലൊരു കോസി ഡൈനിങ് എക്സ്പീരിയൻസ്, ഒരു ഗാസ്ട്രോ പബ് ഫീൽ ആണ് നമ്മളിവിടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷം ഒരു ഓർമ്മകളായിരിക്കണം. അതെ, ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ഇതിനകത്ത് വരുന്ന ആൾക്കാരുടെ ഒക്കെ അവരുടെ 18th അവരുടെ യങ് ഏജിലൊക്കെ ഉള്ള ഒരു വളരെ മെമ്മറബിൾ പ്ലേസ് ആണ് ഇത്. അപ്പം അവരിവിടെ വന്ന് പറയും, വി സോ ഹാപ്പി, നിങ്ങൾ ഈ പബ്ബിനെ എടുത്ത് ഇതുപോലെ റിനോവേറ്റ് ചെയ്തതിന് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഓൾഡ് ഏജ് പോപ്പുലേഷൻസ് വന്ന് ഞങ്ങളോട് അത് പറയാറുണ്ട്. അങ്ങനെ ഒരു വലിയ സന്തോഷം കൂടി അവർ പങ്കുവെക്കാറുണ്ട്. അവർക്ക് ഇത് മോർ ദാൻ ജസ്റ്റ് പബ്, ഫോർ ദം ഇറ്റ്സ് ആൻ എമോഷൻ.
അപ്പൊ അവിടെയാണ് നമുക്കും ബിസിനസ് വരുന്നത്. അലീന, പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഫൈൻ ഡൈനിങ് എന്ന് പറയുന്നു, പല ഫീച്ചേഴ്സൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് ഗ്യാദർ ചെയ്യാൻ, അവർക്കൊന്ന് കൂടിയിരിക്കാൻ, അങ്ങനെയൊക്കെ എന്ത് ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, നമുക്കിപ്പം ഈ കാണുന്ന ഡൈനിങ് സ്പേസ് കൂടാണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫംഗ്ഷൻ റൂം ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പ്രവർത്തനത്തിൽ വെക്കാറില്ല. ബേസ്ഡ് ഓൺ പീപ്പിൾസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് ബുക്കിംഗ്സ്, ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറീസ്, അങ്ങനെ ചെറിയ 10 to 15 പീപ്പിൾസിനുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ റൂം ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പം ഈ ഏരിയയിലാണ് നമ്മുടെ ഫംഗ്ഷൻ റൂം ഫെസിലിറ്റി വരുന്നത്. ഇപ്പൊ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഇപ്പൊ ഫുള്ളി ഞങ്ങൾ ഓപ്പറേഷൻ ആക്കിയിട്ടില്ല. ബേസ്ഡ് ഓൺ നമുക്കിപ്പം ബുക്കിംഗ്സ് വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ്ലി അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പമ്പയിൽ എടുത്ത് കൂടാണ്ട് നമുക്ക് ബിയർ ഗാർഡനും ഉണ്ട്. അപ്പൊ ചെറിയ ബാർബിക്യൂ പാർട്ടീസ് ഒക്കെ നടത്തണമെങ്കിലും ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് വരിക, ഫുഡ് കഴിക്കുക, തിരിച്ചു പോകുക അല്ലാതെ എന്താണോ അവരുടെ ആവശ്യം, ഒരു കസ്റ്റമർ ഏത് തരത്തിലുള്ള ആവശ്യമാണോ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഇന്റീരിയർ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്കൊരു ലക്ഷറി ലവ്ലി കോട്ടേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബുക്കിംഗ്സ് വരുന്നതിനനുസരിച്ച് നമ്മൾ അവിടെയും ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആൻഡ് ഓൾസോ വി പ്രൊവൈഡ് ദം ഫോർ ഓൾ ദ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, എവറിത്തിങ് നമ്മൾ സപ്പോർട്ടും കൊടുക്കും. അപ്പോൾ ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആണ്. എക്സാക്ട്ലി. അലീന, ഇത് അത്യാവശ്യം വലിയ സെറ്റപ്പാണ്, നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ പോകുന്ന എല്ലാ ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്രയധികം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തൊന്നും ഞാൻ പറയത്തില്ല. ഒരുപാട് അത്ര കോടികൾ ഇറക്കി ചെയ്ത പ്രൊജക്റ്റ് ആണെന്നൊന്നും ഞാൻ, ഒരു മിനിമം രീതിയിൽ നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റ് ആണിത്. അപ്പൊ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? നമ്മളെ കൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പകുതി കോസ്റ്റ് കട്ടിങ് അവിടെ തന്നെ പോയി. അപ്പൊ അങ്ങനെ ഒരു അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി ചെയ്ത പ്രൊജക്റ്റ് ഒന്നുമല്ല. ഇപ്പൊ ഞാനൊരു ഹെൽത്ത് സെക്ടറിൽ ഇവിടെ വന്നിട്ട് എനിക്കൊരു അത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ അത്ര ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ചെയ്ത പ്രൊജക്റ്റ് ഒന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിന്റെ ഈ തിങ്സ് ഞങ്ങൾ തന്നെയാണ് എല്ലാം. ഇപ്പൊ ഗ്യാസ് ആൻഡ് സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റി, ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഞങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ ഈ വക കാര്യങ്ങൾ ഏൽപ്പിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും. ഇപ്പൊ ഫുഡ് ആൻഡ് ഹൈജീൻ റേറ്റിംഗ്സ് നോക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഓൾ ദ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ റെഡിയാക്കുന്നതിലാണെങ്കിലും, ഗ്യാസ് സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മൾ ലോക്കൽ ആൾക്കാരെ സോഴ്സ് ചെയ്ത് സ്ക്രാച്ചിൽ തുടങ്ങിയ ഈവൻ ഡ്രെയിനേജ് ഇഷ്യൂ പോലും ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരുന്നു. അതുപോലും ഞങ്ങൾ ലോക്കൽ ആൾക്കാരെ ഫൈൻഡ് ചെയ്ത് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ പെയിന്റിംഗ് വർക്ക്സ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളൊരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊരു വേറെ ആൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനാണെങ്കിലും ഇറ്റ്സ് ഈസി ഫോർ us. നമ്മുടെ കയ്യിലുണ്ട്, സംഭവം എല്ലാം ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും ചെയ്ത് പണിപെട്ടിയ ആൾക്കാരാണ്. 1-2 മാസം വേറെ ഒന്നിനും പോകാണ്ട് ഇത് മാത്രം, ഇതിലെ പണി, പെയിന്റിങ്സ്, ഓരോ കളേഴ്സ് ചൂസ് ചെയ്യുന്നത്, ബൾബ് ചൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഒക്കെ പുറകെ കടന്നു. ഇപ്പൊ ഓരോ സാധനത്തിനും യെസ് ഇന്ന സ്ഥലത്ത് ഉണ്ട്, നമ്മുടെ ഇന്ന ആൾക്കാർ ഇത്, അങ്ങനെ ഒരു ടീമിനെ ഞങ്ങൾ ബിൽഡ് ചെയ്തത്. ഇനിയിപ്പോ അടുത്തേക്ക് പോകാൻ ഇറ്റ്സ് ഈസിയാണ്. അപ്പൊ ശരിക്കും വേണ്ടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അതായിരുന്നു. നമ്മുടെ ഐഡിയ, നമ്മുടെ കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ശരിക്കും സിയ ചെയ്യുന്നത്? സിയ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 35 to 40 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബാറും റെസ്റ്റോറൻറ്റ്സുകൾ സിയ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സിയയുടെ തന്നെ ഗാസ്ട്രോ പബ്, ഇറ്റാലിയൻ ഗാസ്ട്രോ പബുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം? ഇതിന് പിന്നിൽ ഒരു സ്റ്റഡി ഉണ്ടോ, പ്രോഫിറ്റോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു സ്റ്റഡി ഉണ്ടോ ഇതിന്റെ പുറകിൽ? നമ്മുടെ 1 വർഷത്തെ സ്റ്റഡി ഉണ്ട് ഇതിന്റെ പുറകിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പല ആൾക്കാരും നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ ചോദിച്ച പോലെ ഇന്ത്യൻ തുടങ്ങാൻ എന്തുകൊണ്ടാണ് ഒരു ഇറ്റാലിയൻ തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ്. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 10 to 15 അത്ര പ്രോഫിറ്റ് മാർജിനാണ് നമുക്ക് ശരിക്കും വരുന്നത്. ബട്ട് വെൻ യു ആർ ഗോയിങ് ഇൻ ടു ദ ഈ ഒരു ഇറ്റാലിയൻ പോകുമ്പോഴത്തേക്കും നമുക്കൊരു 20 പ്രോഫിറ്റ് മാർജിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിൽ. എനിക്ക് മനസ്സിലായി, അത്യാവശ്യം നിങ്ങൾ നല്ല പണി എടുക്കുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് അതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല ആളുകൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, പല പ്രശ്നങ്ങളും ഉണ്ട്, ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള കുറെ പേരുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നു? നമ്മൾ ഏറ്റവും വെച്ചിട്ട് സപ്പോർട്ടുകൾ കൊടുക്കും. ഇപ്പൊ അവരൊരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അവരുടെ ഏരിയ സ്റ്റഡി, ഏത് തരം പ്രോപ്പർട്ടി എടുക്കണം, അതിൽ എന്ത് ഇന്റീരിയർ ഡിസൈൻ ചെയ്യണം, അതിൽ ഈ വക സർട്ടിഫിക്കറ്റുകൾ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഫുഡ് ആൻഡ് ഹൈജീൻ, ഈ വക എല്ലാ കാര്യങ്ങളും എന്ത് മെഷീനറീസ് വേണം, അങ്ങനെ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം, എവിടുന്ന് ചൂസ് ചെയ്യണം എന്നുള്ള വരെ കാര്യം വരെ നമ്മൾ അസിസ്റ്റൻസ്. അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു 10-25 വർഷം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വിളയാടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അത്ര ഹാർഡ് വർക്ക്. 27 വയസ്സുള്ളൂ, 10-25 വർഷമൊന്നും. 27 വയസ്സേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു തീർക്കുന്നത്. ഇത്രയും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ വലുതാണ്. പല
സപ്ലയേഴ്സിനെ പിന്നെ ട്രൈ ചെയ്ത് ഫെയിലായി പുതിയ ഏറ്റവും ബെസ്റ്റിനെ ചൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ സ്റ്റഡിയിലൂടെ പോയിട്ടാണ് നമ്മൾ ഇതിന്റെ ബെസ്റ്റ് വെർഷനിലേക്ക് വന്നത്. അല്ല, ഇത് തന്നെ മൂന്നാമത്തെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ പിറകിലെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഡയറക്റ്റ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് എന്നുള്ളത് നമ്മളെ പോലെയുള്ള, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അവർ നമ്മളായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, തുടങ്ങിയ സമയത്ത് നഷ്ടങ്ങളുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ അവിടെ ഇവിടേക്കും. കാരണം നമുക്ക് പ്രോപ്പർ സാധനങ്ങൾ എവിടെയാണ്, പ്രോപ്പർ സപ്ലൈസ് ഇല്ല, ഇതങ്ങനെ അറിയാണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇനി ഒരാൾക്ക് വരുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത് അവർ ഫേസ് ചെയ്യാണ്ട് വരില്ല. കാരണം ഞാൻ അതിൻ്റെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഓൾറെഡി ലേൺ ചെയ്തു. അപ്പം അവർക്ക് പ്രോപ്പറായിട്ടൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു മിസ്റ്റേക്സ് ഇല്ലാണ്ട് അവർക്ക് ഈ പറഞ്ഞ A to Z കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കോടികൾ മുടക്കാതെ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു പബ്ബോ അല്ലെങ്കിൽ ഒരു പിസ്സ ഷോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണോ? 100%. നമുക്ക് ഏകദേശം കഥ മനസ്സിലായി. നിങ്ങൾ നല്ലൊരു സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു, എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ നിന്നും വന്നതിന് ശേഷം ഇവിടെ ഒരു വനിതാ സംരംഭക എന്ന രീതിയിൽ ഒരു വലിയൊരു ബ്രാൻഡിനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയൊരു സ്ട്രഗിൾ ആയിരിക്കില്ല അതിൻ്റെ പിറകിലെടുത്തത്. ഒരിക്കലും അല്ല. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ പല ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷനാണ്, ഒരു വനിതാ സംരംഭം ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒരു ബിസിനസ്സിലേക്ക് വരണം, ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ എന്തെല്ലാം ചെയ്തോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. എല്ലാ സർവീസുകളും നമുക്ക് ഒരുപാട് പണം മുടക്കി പഠിച്ച എക്സ്പീരിയൻസ്. അതെ, നമ്മൾ പല സ്ട്രഗിളിലൂടെയും കടന്നു, പല സ്ഥലങ്ങളിലും പല പൈസകളും കളഞ്ഞ് കുറെ ചീറ്റിങ്ങും എല്ലാം ഫേസ് ചെയ്ത് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് ഇനി വരുന്ന ഒരാൾക്കാർക്ക് അത് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ച ആൾക്കാരാണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എങ്ങനെ നമ്മളോട് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഈ പാഷൻ ഉള്ളവർ, എങ്ങനെയാണ് അവർക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ വക സർവീസുകളെല്ലാം നമുക്കിപ്പം കൺസൾട്ടേഷൻ സർവീസ് ഇതെല്ലാം നമ്മൾ കൊടുക്കും. നമുക്ക് NS ഗ്ലോബൽ വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി ത്രൂ ആണ് നമ്മൾ ഈ വക ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പം എന്തായാലും അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ തീർച്ചയായിട്ടും ഫോൺ നമ്പറും വെബ്സൈറ്റും എല്ലാം നമുക്ക് കൊടുക്കാനും പറ്റില്ല. അത് ത്രൂ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് ചെയ്തു. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇത്ര ദിവസത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നത് ചെയ്യുക. അല്ലാണ്ട് ഞാൻ എല്ലാം സെറ്റായി എല്ലാം ചെയ്ത് എനിക്ക് കയ്യിൽ സഫീഷ്യൻറ്റ് ഫണ്ട് വന്നു, ബാക്കപ്പിനുള്ള ഫണ്ട് വന്നു, ഇതെല്ലാം നിന്ന് സെറ്റായി അതിന് ശേഷം ഞാനൊരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രീംസ് അപ്പം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. നമുക്ക് എല്ലാം സെറ്റ് ചെയ്തൊരു കാലം എന്ന് പറയുന്നത് ജീവിതത്തിലില്ല. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള വർക്ക് തുടങ്ങിക്കോളുക. അല്ലാണ്ട് ഞാൻ അടുത്ത മാസം അടുത്ത വർഷം ചെയ്യാന്നുള്ളതിലേക്ക് നിർത്തിയിട്ട് ഞാൻ അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഞാൻ അടുത്ത മാസം എന്തെങ്കിലും കുറച്ച് ഞാൻ ഹോളിഡേയ്സ് കിട്ടിയിട്ട് ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യാന്നൊന്നുമില്ല. ഇന്ന് തുടങ്ങി അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചോളാം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് നമുക്കതിന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ റിസ്ക് എടുത്താൽ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നടക്കും എന്തായാലും. അതിന് ഉദാഹരണമാണ് നമ്മള്. അതെ, UK എന്നൊരു കൺട്രി തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല ആൾക്കാരും പറയാറുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഇതാണ് പ്രശ്നങ്ങളാണ്. ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളാം. അതിനിപ്പോ ഏത് സ്ഥലമാണെങ്കിൽ പോലും അത് നമുക്ക് സക്സസിൽ കൊണ്ടുവരാൻ പറ്റും. അതിനൊരു ഉദാഹരണം ചോദിച്ചതേ ഇരിക്കും നമ്മുടെ ബ്രാൻഡില്ലേ.